വീട്ടിൽ ചേച്ചിയുടെ ഭർത്താവും ഞാനും എന്ന ഒരു സ്റ്റോറി ഞാൻ കഴിഞ്ഞ തവണ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കേട്ടതിന് ശേഷം ഈ സ്റ്റോറി കേൾക്കാൻ ശ്രമിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഈ സ്റ്റോറി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ സ്റ്റോറിയുടെ ബാക്കി ഭാഗം കേൾക്കാം. അങ്ങനെ ഞാൻ ഓണം എത്തുവാനുള്ള കാത്തിരിപ്പ് തുടങ്ങി. ഓരോ ദിവസവും രാത്രി കിടക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും, ചേച്ചിക്ക് പണ്ട് മുതലേ എല്ലാം അറിയുവാനുള്ള ഒരാഗ്രഹമുണ്ട്. എന്നെ അയാൾ തൊടുന്നത് കണ്ട് ചേച്ചിക്ക് സന്തോഷിക്കാൻ വേണ്ടിയായിരിക്കും ഓണത്തിന് എന്നോട് പോകാൻ പറഞ്ഞത്. അതൊക്കെ ആലോചിച്ച് ഞാൻ ആ രാത്രി കിടന്നു. ആ ചിന്ത എൻ്റെ ഉറക്കം കെടുത്തി. അതൊരു പ്രത്യേക അനുഭവമായിരിക്കും എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിനെ മറ്റെവിടെയൊക്കെയോ കൊണ്ടുപോയി. ഞാൻ ചിന്തിച്ചു, എന്തിനായിരിക്കും ഓണത്തിന് വരുമ്പോൾ കസവ് പാവാടയും ബ്ലൗസും ഇടാൻ പറഞ്ഞത്? ചേച്ചിക്ക് പാവാട ബ്ലൗസ് ഇടുന്നത് ഒരുപാട് ഇഷ്ടമാണ്. പാവാട ബ്ലൗസ് ഇടുന്ന ദിവസം എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ ദിവസം എത്തി. രാവിലെ ആയപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി വന്നു തുടങ്ങി. ഞാൻ കുളിച്ചു, നന്നായി ഒരുങ്ങി, കസവ് പാവാടയും ബ്ലൗസും ഇട്ടു. കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് കണ്ണാടിയിൽ നോക്കി ഞാൻ മനസ്സിൽ വിചാരിച്ചു, നല്ല ഭംഗിയുണ്ട്, ഈ പാവാടയും ബ്ലൗസും എനിക്ക് നന്നായിട്ട് ചേരുന്നു. ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ വന്നു. ബസ്സൊന്നും കാണുന്നില്ല. കുറേ സമയമായി. അങ്ങനെ നിന്നപ്പോൾ ഒരു ബസ് വന്നു. നല്ല തിരക്കായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, കയറാൻ പറ്റില്ല, അകത്ത് സ്ഥലമില്ല. ഞാൻ വിചാരിച്ചു, ഇനി നിന്നാൽ ബസ് വേറെ വരില്ല, എന്തായാലും കയറാം. അങ്ങനെ ബസ്സിൽ കയറി. നല്ല തിരക്കായിരുന്നു. എൻ്റെ കഷ്ടകാലത്തിന് ആണുങ്ങളുള്ള സ്ഥലത്തായിരുന്നു ഞാൻ നിന്നത്. ആരെയും കുറ്റം പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചിയുടെ വീട്ടിലെത്തി. ചേട്ടനാണ് വന്ന് കതക് തുറന്നു തന്നത്. നിന്നെ നോക്കി ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഇത്തവണ ഓണം ആഘോഷിക്കാൻ മറ്റാരുമില്ല, നമുക്ക് 3 പേർക്കും മാത്രമായി ആഘോഷിക്കാം. അത് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ചേച്ചി വന്നു. ഞാൻ ചേച്ചിയോടൊപ്പം അടുക്കളയിൽ പോയി. ഞാൻ ചോദിച്ചു, ഞാൻ സഹായിക്കണോ? വേണ്ട, നീ ഒന്നും ചെയ്യണ്ട, നിന്നെ നേരത്തെ ചേട്ടൻ നോക്കിയിരിക്കുക. നീ ആദ്യം മുകളിൽ ചേട്ടൻ്റെ റൂമിൽ പോയിട്ട് വാ. പുള്ളിയാ ഈ കസവ് പാവാടയിലും ബ്ലൗസിലും കാണണമെന്ന് പറഞ്ഞത്. നന്നായിട്ട് കണ്ടാസ്വദിക്കട്ടെ, നീ മുകളിൽ പോയിക്കോ. അത് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ചേട്ടൻ അടുക്കളയിൽ വന്നു. ഞങ്ങൾ 3 പേര് മാത്രമേ അവിടെ ഉള്ളൂ. ഞങ്ങൾ ഓരോന്നും പറഞ്ഞ് കുറച്ച് സമയം അടുക്കളയിൽ നിന്നു. ചേട്ടൻ പതിയെ എൻ്റെ പുറകിലൂടെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ചേച്ചിയുടെ മുന്നിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ പ്രത്യേക ഒരു അനുഭവത്തിൽ നിന്നു. ഞാൻ ആകെ ടെൻഷനായി. ചേച്ചി പറഞ്ഞു, ടെൻഷനൊന്നും വേണ്ട, നിന്നെ ഒരാൾ തൊടുന്നത് കാണാനും ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ കണ്ടു നിൽക്കാൻ അടിപൊളിയാണ്. ചേച്ചി ചേട്ടനോട് പറഞ്ഞു, നല്ല അടിപൊളി പെണ്ണാണ്. ചേട്ടൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് ഇത്തവണത്തെ ഓണത്തിന് നല്ലൊരു ഗിഫ്റ്റാണ് കിട്ടിയത്. ചേച്ചി പറഞ്ഞു, അത് ശരിയാ, പണ്ട് വീട്ടിൽ ആരുമില്ലാത്ത ദിവസം വരാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആരെയും ആകർഷിക്കുന്ന വല്ലാത്തൊരു സൗന്ദര്യമാണ് അവൾക്ക്. ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ എൻ്റെ ഗുരു ചേച്ചിയാണ്. അങ്ങനെ ചേച്ചി വീണ്ടും അടുക്കളയിൽ പാചകം തുടർന്നു. ചേട്ടൻ അപ്പോഴേക്കും എന്നെ പുറകിലൂടെ നിന്നുകൊണ്ട് എന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ചേച്ചി പറഞ്ഞു, റൂമിൽ കൊണ്ടുപോയിക്കോ, എൻ്റെ അനുജത്തി എന്ന പരിഗണന ഒന്നും കൊടുക്കണ്ട, റൂം ലോക്ക് ചെയ്ത് പാട്ട് സൗണ്ടിൽ വെക്കേ. ഉച്ച കഴിഞ്ഞ് അവളെ എനിക്ക് വിട്ടു തരണം, കുറേ നാളായി അവളെ എനിക്കൊന്ന് ഒറ്റയ്ക്ക് കിട്ടിയിട്ട്. എന്നെ ചേട്ടൻ കൈകളിൽ എടുത്തുകൊണ്ട് റൂമിലോട്ട് നടന്നു. റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് റൂം ലോക്ക് ചെയ്തു. ചേട്ടൻ എൻ്റെ അടുത്തോട്ട് പതുക്കെ നടന്നുകൊണ്ട് പറഞ്ഞു, ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഈ മുല്ലപ്പൂവിൻ്റെ ഗന്ധത്തോടൊപ്പം നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ നല്ല രസമുണ്ട്. നീ എല്ലാം തികഞ്ഞൊരു പെണ്ണാണ്. എനിക്കിപ്പോൾ തോന്നുന്നത് ഈ ലോകത്ത് മറ്റൊരു വസ്തുവിനും ഇത്രയും ഭംഗി വരില്ല, അത്രയ്ക്ക് രസമുണ്ട്. നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്റെ ഈ ഭംഗിയെക്കുറിച്ച്? ഞാൻ പറഞ്ഞു, ഫ്രണ്ട്സ് പറയാറുണ്ട് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. ചേട്ടൻ പറഞ്ഞു, അവർ കണ്ണുകൊണ്ട് കണ്ടതിനേക്കാൾ ഭംഗിയാണ് തൊട്ടറിയാൻ.
സത്യം പറയാലോ, ഞാൻ തൊട്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമാകുന്നത് നിന്നെയാണ്. അത്രയ്ക്ക് രസമുണ്ട്. ചേട്ടൻ പോയി പാട്ട് വെച്ചു. ഞങ്ങൾ ആ പാട്ടിനൊപ്പം ഡാൻസ് ചെയ്തു. അവസാനം ഡാൻസ് ചെയ്ത് തളർന്ന് ഞാൻ റൂമിന് പുറത്ത് വന്നപ്പോൾ ചേച്ചി എന്നെ കണ്ടിട്ട് ചോദിച്ചു, ആകെ തളർന്നല്ലോ, ആ ഒരു ജ്യൂസ് തരാം. ചേച്ചി ഫ്രിഡ്ജിൽ നിന്നും ജ്യൂസ് എടുത്ത് തന്നു. ഈ കോലത്തിൽ നിന്നെ നന്നായി കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നമുക്ക് റൂമിലോട്ട് പോയാലോ? ചേച്ചി പറഞ്ഞു, നിന്നെ ഈ രീതിയിൽ കാണാൻ നല്ല രസമുണ്ട്. ഡ്രസ്സെല്ലാം അഴുക്കായി ചുളുങ്ങിയല്ലോ. ഡ്രസ്സെല്ലാം അഴിച്ചതാ, ഞാൻ കഴുകിയിടാം, എന്നാലേ രാവിലെ ഉണങ്ങുകയുള്ളൂ. ചേച്ചി ഡ്രസ്സെല്ലാം എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടു. എനിക്കൊരു നെറ്റിൻ്റെ മാക്സി തന്നു. ഞാൻ ചോദിച്ചു, ചേച്ചി ഇതെങ്ങനെ ഇടും? ചേച്ചി പറഞ്ഞു, ഇന്നിവിടെ ആരും വരാൻ പോകുന്നില്ല, നിനക്കിന്ന് ഈ വീട്ടിൽ ഫുൾ ഫ്രീഡം ഉണ്ട്. ഞങ്ങൾ ഇന്നലെ കടയിൽ നിന്നും നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഈ ഡ്രസ്സ്. നിന്നെ ഈ ഡ്രസ്സിൽ കാണാൻ ഞങ്ങൾ രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്. ഞാൻ ആ ഡ്രസ്സും ഇട്ട് അടുക്കളയിൽ വന്നു. ചേച്ചി ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടു നിന്നു. നല്ല മോഡേൺ വീടാണ്. ചേച്ചി പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിനക്ക് പായസം ഒരുപാട് ഇഷ്ടമാണല്ലോ, അതും ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഓ താങ്ക്സ്. അപ്പോൾ ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. ചേച്ചി പറഞ്ഞു, അതെ, നമുക്കിന്ന് അടിച്ചു പൊളിക്കണം. രാത്രിയാകുമ്പോൾ മുകളിൽ പോകാം. അവിടെ ഒരു റൂമുണ്ട്. അവിടെ ഇരുന്നാൽ ആകാശം കാണാം. ഞങ്ങൾ അവിടെ ഇരുന്നാണ് കഴിക്കുന്നത്. ഓഹോ, അപ്പോൾ അതൊക്കെ ഉണ്ടോ? പിന്നെ അതൊക്കെ ഒരു രസം. എനിക്കും അതൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. ചേച്ചി പറഞ്ഞു, നിന്റെ ആഗ്രഹങ്ങളെല്ലാം നമുക്കിന്ന് നടത്താം. നിന്റെ ആഗ്രഹങ്ങൾ നടത്തിത്തരാനാ ഞാനും ചേട്ടനും ഇവിടെ ഉള്ളത്. അപ്പോഴേക്കും ചേട്ടൻ അടുക്കളയിലോട്ട് വന്നു. ചേട്ടൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നിനക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് നന്നായി ചേരുമെന്ന്. ചേച്ചി പറഞ്ഞു, ചേട്ടൻ പോയി വീടിൻ്റെ ഗേറ്റ് അടച്ചിട്ട് വാ. ആരെങ്കിലും വന്ന് അവളെ ഈ ഡ്രസ്സിൽ കണ്ടാൽ ആകെ പ്രോബ്ലമാണ്. ചേട്ടൻ പോയി ഗേറ്റെല്ലാം അടച്ചു. ചേട്ടൻ വന്ന് പറഞ്ഞു, ഇന്ന് ഈ വീട്ടിൽ നമ്മൾ 3 പേരും മാത്രം, നമുക്കിന്ന് അടിച്ചു പൊളിക്കണം. ഞാൻ പറഞ്ഞു, ഞാനും ചേച്ചിയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം മാക്സിമം അടിച്ചു പൊളിക്കണം. ഞങ്ങൾ 3 പേരും ഹാളിൽ വന്നു. ഹാളിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ഇങ്ങ് വന്നേ, ഇവിടെ എൻ്റെ അടുത്തിരിക്കും. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോയിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ? വെറുതെ അടുത്തിരിക്കുമ്പോൾ നിന്നെ തൊടുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്കും ദൂരെ ഇരുന്ന് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ഞാനും അവളുടെ അടുത്ത് വരാൻ പോകുക. നമുക്ക് 2 പേർക്കും ഒരുമിച്ച് ഈ കുഞ്ഞിക്കിളിയെ തൊട്ട് ഓരോന്ന് സംസാരിച്ചിരിക്കാം. അങ്ങനെ ഹാളിലെ വലിയൊരു സെറ്റിയിൽ ഞങ്ങൾ ഇരുന്നു. ഞാൻ ചേട്ടൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നു. ചേച്ചി അടുത്തിരുന്ന് എന്നെ തൊടുന്നത് കണ്ടിരുന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരത്തിനിടയിൽ ചേട്ടൻ എന്നെ തൊടുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ചേച്ചി പറയുന്നത് പോലെയൊക്കെ ചേട്ടൻ അനുസരിച്ചു. ചേച്ചി പറയുന്നത് പോലെ എന്നെ തൊട്ടു. അത് ചേച്ചി കണ്ടിരുന്നു. ഞങ്ങൾ കുറേ ലോകകാര്യങ്ങൾ പറഞ്ഞ് അവിടെ കുറേ സമയം ഇരുന്നു. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, ഞങ്ങൾ ഫ്രീ കിട്ടുമ്പോൾ നെറ്റിൽ പലരോടും ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാറുണ്ട്. അതൊരു ടൈം പാസ്സാണ്. ചേച്ചി പറഞ്ഞു, അതൊരു രസമാണ് മോളെ. നമ്മളെ ഒരു പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അവരോട് ചാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ കൂടുതൽ സേഫായി. ചേട്ടൻ എന്നെയും കൊണ്ടിരുത്തി നമ്മുടെ മുഖം കാണാതെ ചാറ്റ് ചെയ്യും. നമ്മൾ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു ഫീൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ചേട്ടനും ഇഷ്ടമാണ് അതൊക്കെ. അവർ പറയുന്നതൊക്കെ ചേട്ടൻ അതേപോലെ അനുസരിക്കും. ഞാൻ എന്താണെന്ന് ഒരുപാട് പേർ അറിയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചു, ചേട്ടനത് ഇഷ്ടമാണോ? അതെ, എനിക്കും ഇഷ്ടമാണ്. നമ്മളെ ആരും തിരിച്ചറിയില്ലല്ലോ, അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ പറഞ്ഞു,
നിങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്കും ആഗ്രഹം തോന്നുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞു, എന്നാൽ വൈകുന്നേരം ആകുമ്പോൾ ചാറ്റിൽ കയറാം. കൂടുതൽ പേര് ആ സമയം ഓൺലൈനിലുണ്ടാവും. ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇന്നത്തെ ദിവസം എല്ലാം പുതിയ അറിവുകളാണ്. ഇന്നലെ വരെ ഞാൻ എന്തായെന്ന് എനിക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഇന്ന് ഒരുപാട് പേർ അതറിയും. അതൊരു ഹാപ്പി മൂഡ് എനിക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം കഴിച്ചു. ആർക്കും സദ്യ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതുണ്ടാക്കിയില്ല. പകരം ബോളിയും പായസവുമായിട്ട് കഴിച്ചു. ചേച്ചി ചേട്ടനോട് പറഞ്ഞു, ഇനി ചേട്ടൻ ഇവിടെ ഇരുന്ന് TV കണ്ടോ? കുറേ നാളായി ഞങ്ങൾ റൂമിൽ ഒരുമിച്ചിരുന്നിട്ട്. ചേട്ടൻ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഓക്കെ ഓക്കെ നടക്കട്ടെ. അങ്ങനെ ചേച്ചി എന്നെ റൂമിൽ കൊണ്ടുപോയി. 1 മണിക്കൂർ കഴിഞ്ഞ് ചേച്ചി റൂമിന് പുറത്ത് വന്നു. ചേട്ടൻ ചോദിച്ചു, അവളെവിടെ? ചേച്ചി പറഞ്ഞു, അവൾക്ക് നല്ല ക്ഷീണം, അവൾ കിടക്കുന്നു. ചേച്ചി വന്ന് ചേട്ടൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു, നല്ല പെണ്ണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളെ. ചേട്ടൻ പറഞ്ഞു, അത് മനസ്സിലായി. 1 മണിക്കൂറായി നിങ്ങൾ റൂമിൽ കയറിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിന് പുറത്ത് വന്നു. പിന്നെ ഞങ്ങൾ 3 പേരുമായി ഊണുമായി ബന്ധപ്പെട്ട കുറേ കളികൾ കളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടെറസിലെ റൂമിൽ പോയി ഇരുന്നു. ആ റൂമിലിരുന്നാൽ പുറത്ത് കാണാൻ നല്ല രസമാണ്. ഒരു സൈഡിൽ വലിയൊരു മലയാണ്. ജനാല വഴി മല കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഞങ്ങൾ 3 പേരും അവിടെ ഇരുന്നു. നേരം ഇരുട്ടുന്നുണ്ട്. കിളികൾ പറന്ന് മരത്തിലിരിക്കുന്നതെല്ലാം അവിടെ ഇരുന്ന് കാണാൻ നല്ല രസമാണ്. ഞങ്ങൾ ഓരോ തമാശകളും പറഞ്ഞ് അവിടെ ഇരുന്നു. ചേട്ടൻ പറഞ്ഞു, വൈകുന്നേരം ആയല്ലോ, നമുക്കിനി ചാറ്റ് ചെയ്യാൻ പോയാലോ? ഇപ്പോൾ നോക്കിയാൽ ഒരുപാട് പേർ ഓൺലൈനിലുണ്ടാകും. ചേച്ചി പറഞ്ഞു, എന്നാൽ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ആ സമയം ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കാം. അങ്ങനെ ഞാനും ചേട്ടനും മുകളിലത്തെ കമ്പ്യൂട്ടർ റൂമിലോട്ട് പോയി. അവിടെ പോയപ്പോൾ എനിക്ക് ആകെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ചാറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ. ചേട്ടൻ മാസ്ക് വെച്ചാണ് ചാറ്റ് ചെയ്യുന്നത്. ചേട്ടൻ അവരോട് പറഞ്ഞു, ഇന്നെൻ്റെ കൂടെ മറ്റൊരാളുണ്ട്. അവർ ചോദിച്ചു, ആരാണ്? ചേട്ടൻ എന്നോട് പറഞ്ഞു, ക്യാമറയുടെ മുന്നിൽ വാ. ഞാൻ മടിച്ചു നിന്നു. ഒരുപാട് പേർ വീഡിയോ ചാറ്റിലുണ്ട്. എല്ലാവരുടെയും മുന്നിൽ നിൽക്കാൻ നല്ല ചമ്മൽ തോന്നി. ചേട്ടൻ അവരോട് പറഞ്ഞു, അവൾക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ നാണമാണ്. അവർ പറഞ്ഞു, നാണിക്കേണ്ട കാര്യമില്ല, നമ്മൾ പരസ്പരം അറിയില്ലല്ലോ, ഒരിക്കലും കാണാനും പോകുന്നില്ല. ചേട്ടൻ ഉടനെ എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ ക്യാമറയുടെ അടുത്തോട്ട് വലിച്ചു നിർത്തി. അത്രയും പേരുടെ മുന്നിൽ അങ്ങനെ നിന്നപ്പോൾ അതൊരു നല്ല അനുഭവമായിരുന്നു. പിന്നെ എൻ്റെ ഡ്രസ്സും അങ്ങനത്തെ ഒരു ഡ്രസ്സായിരുന്നു. അതിൻ്റെ ഒരു ചമ്മൽ നന്നായിട്ടുണ്ടായിരുന്നു. എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ, എന്നാരും അറിയില്ല എന്നിവിടെ മനസ്സിലായപ്പോൾ വല്ലാത്തൊരിഷ്ടം തോന്നി. പൊതുവേ ഒരു സ്റ്റേജിൽ കയറാൻ പോലും എനിക്ക് പേടിയാണ്. ഞാനാണ് ഇത്രയും പേരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ എന്തൊക്കെ പറഞ്ഞു ചേട്ടനോട്. ചേട്ടൻ അതേപോലെ അനുസരിച്ചു. ഇത്രയും പേർ അത് കാണുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ അതൊരു പുതിയ അനുഭവമായിരുന്നു. എനിക്കതൊരുപാട് ഇഷ്ടമായി. ഇത്രയും നാൾ എന്നെ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്ന് ഒരു ദിവസം കൊണ്ട് ഞാൻ ഫേമസ് ആയി. പിന്നെ കുറച്ച് സമയം ചേട്ടൻ അവരുടെ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെയായിരുന്നു. അവർ ഓരോന്ന് ആഗ്രഹത്തോടെ പറയുന്നതും ചേട്ടനത് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. ഞങ്ങൾ ചാറ്റ് നിർത്തി. ഞാൻ റൂമിൻ്റെ പുറത്ത് വന്നു. ഹാളിൽ ചേച്ചി ഇരിക്കുന്നു. ചേച്ചി എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട്? സൂപ്പർ ചേച്ചി, ഞാൻ ഫേമസ് ആയി, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്നെ. അപ്പോഴേക്കും സമയം രാത്രി 7 മണി കഴിഞ്ഞിരുന്നു. ചേച്ചി പറഞ്ഞു, ഇനി നമുക്ക് മുകളിലോട്ട് പോകാം, അവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഉള്ളതെല്ലാം മുകളിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെയായി ടെറസിൽ ഞങ്ങൾക്കൊരു റൂമുണ്ട്. അവിടെ ഇരുന്ന് ഞങ്ങൾ എല്ലാം കഴിക്കാറ്. അവിടെ ജനാല വഴി നോക്കിയാൽ നല്ല കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് പോയി. അവിടെ ഇരിക്കാൻ നല്ല രസമാണ്. ആകാശം കാണാം, നക്ഷത്രങ്ങൾ കാണാം. അങ്ങനെ സൂപ്പറാണ് അവിടെ ഇരിക്കാനായിട്ട്. ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ച് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് സമയം അവിടെ ഇരുന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടൻ
ഞാൻ വിചാരിച്ചതുപോലെയല്ല. കെട്ടിപ്പിടിക്കുക, തൊടുക, അത്രയൊക്കെ ഉള്ളൂ. ചേച്ചി പറഞ്ഞു, അതെനിക്കറിയാമായിരുന്നു. അതാ നിന്നോട് റൂമിൽ പോകാൻ പറഞ്ഞത്. പുള്ളിക്ക് ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടല്ല, നിന്നോടങ്ങനെ ചെയ്യുവാൻ പുള്ളിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്തായാലും എനിക്കിഷ്ടമായി. ഞാൻ ആഗ്രഹിച്ചതും അതൊക്കെ തന്നെയാണ്. അന്ന് PSC എക്സാമിന് കൊണ്ടുപോയപ്പോഴും വേണമെങ്കിൽ ചേട്ടൻ എന്നെ എന്തും ചെയ്യാമായിരുന്നു. അന്നും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ചേട്ടൻ പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിച്ചത് ഏതൊക്കെയോ സാഹചര്യങ്ങളിലാണ്. നമുക്കിനി അതൊന്നും വേണ്ട. എല്ലാം തുറന്ന് സംസാരിക്കുന്ന നല്ല ഫ്രണ്ട്സായി തുടരാം. ചേച്ചിയും ഞാനും അതൊക്കെ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ തവണ നിന്നെ കാണാൻ വീട്ടിൽ വന്ന ചെറുക്കനും വീട്ടുകാർക്കും നിന്നെ ഇഷ്ടമായി. 2 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണം എന്നാ പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ആ ചെറുക്കനെ എനിക്കിഷ്ടമായിരുന്നു. ഒരു ചുള്ളനാണ്, ഒരു പയ്യൻ ലുക്കാണ്. സംസാരിക്കാൻ തന്നെ അവന് അന്ന് പേടിയായിരുന്നു. എൻ്റെ മുമ്പിൽ നിന്ന് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു അന്ന്. വാക്കുകളൊന്നും പുറത്തു വന്നില്ല. അങ്ങനെ നിന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് അവനോട് ഇഷ്ടം തോന്നി. ഇങ്ങനെ ഒരു പാവം ചെറുക്കനെയാണ് ഞാനും ആഗ്രഹിച്ചിരുന്നത്. അതാകുമ്പോൾ എനിക്ക് ഒരു മടിയില്ലാതെ അവനോട് സംസാരിക്കാൻ പറ്റും. എൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളെല്ലാം അവനിൽ പരീക്ഷിക്കാം. പിന്നെ ഞാൻ അവനോടെല്ലാം പറയും, എനിക്കൊരു ലവർ മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്നൊക്കെ. അല്ലെങ്കിൽ അവൻ കരുതും ആരും ചെറുതായി പോലും തൊടാത്ത ഒരാളാണ് ഞാനെന്ന്. പാവമല്ലേ, ചതിക്കാൻ മനസ്സ് വരുന്നില്ല. കല്യാണം കഴിഞ്ഞ് അനുസരണയുള്ള ഒരു ചുള്ളൻ ചെറുക്കനെ എനിക്ക് എന്തും ചെയ്യാൻ കിട്ടിയ ഒരു അടിപൊളി സ്റ്റോറി ഉടനെ വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ ലൈക്കും ചെയ്യണം, ഹൈപ്പും ചെയ്യണം.